ആഹാ എന്റെ ഈ വോയിസ് ദയവ് വിചാരിച്ചെടുത്തിടരുതെന്ന് അപേക്ഷിക്കുകയാണ് ഞാൻ കേട്ടോ. ഓ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല റോക്കറ്റ്. റോക്കറ്റ്. ദയവ് വിചാരിച്ചെടുത്തിടരുതെന്ന് അപേക്ഷിക്കുകയാണ് ഞാൻ കേട്ടോ. അത് പള്ളി പറഞ്ഞാൽ മതി കേട്ടാ, ഞാൻ എന്തായാലും ഇടും. 5 minutes later. എന്നാ നിങ്ങൾക്കുള്ള പണി ഞാൻ നല്ല ഇതിൽ അങ്ങ് തരുവും ചെയ്യും. ഗുണ്ടയാണല്ലേ? ബെസ്റ്റ് ഓഫ് ലക്ക്. നിങ്ങൾക്ക് അള്ളാഹുവിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് എനിക്ക് പണി തരേണ്ട പണി നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ഗതികേടെന്ന് ആലോചിക്കുക. നിങ്ങൾ എന്താ അള്ളാഹുവിന്റെ ഗുണ്ടയാണോ? എന്ത് ചെയ്യാം, എന്റെ സ്വഭാവമായി പോയി. നിങ്ങൾ ഗുണ്ടിത്താത്തയാണോ? ആര്? നിങ്ങൾ അള്ളാഹുവിന്റെ ഗുണ്ടിയാണോന്ന്? ഇനി തെറ്റിദ്ധരിക്കണ്ട, വാക്ക് തെറ്റിദ്ധരിക്കണ്ട, അക്ഷരം ശ്രദ്ധിക്കുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ അള്ളാഹുവിന്റെ ഗുണ്ടയാണോ? അള്ളാഹുവിനെ പണി തരാൻ അറിയില്ല എനിക്ക്, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണോ അത്? മനുഷ്യൻ എന്ന ഒരൊറ്റ പരിധിക്കുള്ളിൽ നിന്ന് ഞാൻ നിങ്ങളോടൊരു റിക്വസ്റ്റ് ആണ്. റിക്വസ്റ്റ് ഒക്കെ കൈവച്ചാൽ മതി, ഇവിടെ വിമർശനം തുടരും. മുഹമ്മദ് നബിയുടെ ഓരോ അവഹേളനം നിങ്ങൾ ചൂണ്ടിക്കാണിക്കും. നിങ്ങൾ പറഞ്ഞു കാസുറുകളെ എന്ന് നിങ്ങൾ വിളിക്കാറില്ല എന്ന് പറഞ്ഞു, അത് വിളിച്ചാൽ വലിയ മോശമാണെന്ന് പറഞ്ഞു. പക്ഷെ മുഹമ്മദ് നബി വിളിച്ചിട്ടുണ്ടല്ലോ. വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. എന്താ കാഫിർ എന്ന് പറഞ്ഞാല്? കാഫിർ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം. പിന്നെ എന്താന്ന് നിങ്ങൾ പറയും, എന്താ കാഫിർ എന്ന് പറയും. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇത് എനിക്കറിയാന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് വളരെ മോശമാണെന്ന്. നിങ്ങൾ പറയും എന്താ കാഫിർ. നിങ്ങൾ മദ്രസയിൽ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും ശരിക്ക് കണ്ടോണം. നിങ്ങൾ ഇന്ന് ഖുർആന്റെ അർത്ഥം വായിച്ചിട്ടുണ്ടോ രാവിലെ എഴുന്നേറ്റിട്ട്? ഖുർആന്റെ അർത്ഥം എന്തിനാ ഞാൻ വായിക്കുന്നത്? ഞാൻ ഖുർആൻ തന്നെ ഓതില്ലേ? ഖുർആൻ തന്നെ ഓതുണ്ടെന്നോ? അപ്പൊ വെറുതെ ഇങ്ങനെ അറബിയിൽ എന്തെങ്കിലും മാനത്ത് നോക്കി ഓതിയാൽ മതി. അതിലെന്താ പറഞ്ഞിരിക്കണെന്ന് അറിയണ്ടേ? അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. ഇന്ന് ഏതാ സൂറത്ത് ഓതിയത്? ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീനാന്ന്. അതിന്റെ അർത്ഥം എന്താ? അത് നിങ്ങൾ പറ, ഞാൻ അർത്ഥം പഠിച്ചിട്ടില്ല. നിങ്ങൾ പറ, നിങ്ങളല്ലേ. നിങ്ങൾ അപ്പൊ ഖുർആൻ എടുക്കുക, എന്നിട്ട് അതിന്റെ അർത്ഥം നോക്ക്, അത് ചെയ്താ പോരെ? അല്ല, നിങ്ങളല്ലേ അർത്ഥം. ഞാൻ ഇന്ന് അർത്ഥം വായിച്ച ഖുർആന്റെ ഭാഗം ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 9:5 ഞാൻ ഇന്ന് വായിച്ചത്. അതായത് കാഫിറുകളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ല. ഇതാണ് ഞാൻ വായിച്ചത്. കേൾക്കുന്നവർക്ക് എല്ലാം അറിയാം. ഇത് കേൾക്കുന്നവർക്ക് അതെ, കേൾക്കുന്നവർക്കെല്ലാം അറിയാം, നിങ്ങൾക്ക് മാത്രമേ അറിയാത്തുള്ളൂ. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോ കേൾക്കുന്നവർക്ക് മുഴുവൻ ഇപ്പൊ ഖുർആനൊക്കെ അറിയാം. നിങ്ങളെ പോലുള്ള കുറച്ച് മദ്രസ താത്തമാർക്ക് മാത്രമേ ഇതൊന്നും അറിയാത്തുള്ളൂ. നിങ്ങൾ പോയി പഠിച്ചൂടെ? 1 മിനിറ്റ്. നമ്മളിങ്ങനെ മദ്രസയിൽ പഠിക്കുന്നോണ്ടല്ലേ ഖുർആനെ നമ്മളിങ്ങനെ ഓതാൻ കഴിയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ മദ്രസ പൊട്ടത്തി എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആ വായിച്ചത് ഇപ്പൊ നിങ്ങളൊരു ഇംഗ്ലീഷിലൊരു സാധനം വായിച്ചാൽ നിങ്ങൾക്ക് അത് എന്താണെന്ന് അറിയണ്ടേ? അത് മനസ്സിലാക്കിയിട്ടല്ലേ നിങ്ങൾ വായിക്കാം. മലയാളത്തിൽ എഴുതുമ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടല്ലേ നിങ്ങൾ വായിക്കാൻ പറയുകയും ചെയ്യുന്നത്.